യഥാർത്ഥത്തിൽ നമ്മുടെ പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യ അനുദിനം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാധ്യമപ്രവർത്തകരായ നമുക്കെല്ലാവർക്കും നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. EDയെ രാഷ്ട്രീയ എതിരാളികളെ ഭയപ്പെടുത്തുന്നതിനും അവരെ കീഴ്പ്പെടുത്തുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്നതിന് പുറമെ ഫോർത്ത് എസ്റ്റേറ്റിലേക്ക് കൂടി EDയെ ഉപയോഗിക്കുന്നതിൻ്റെ, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ് ന്യൂസ് ക്ലിക്കിനും പ്രബിത് പുർക്കായസ്ഥയ്ക്കുമെതിരായി നടന്ന ED നീക്കം. അത് പൊളിറ്റിക്കലായിരുന്നു എന്നിപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. അത് ഭരണഘടനാ വിരുദ്ധമായിരുന്നു എന്നിപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. അത് മാധ്യമ സ്വാതന്ത്ര്യത്തിനു നേരെയുള്ള കടന്നുകയറ്റമായിരുന്നു എന്നിപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. 38 മണിക്കൂറായിരുന്നു അന്ന് അദ്ദേഹവുമായും ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിവിധ സ്ഥലങ്ങളിൽ ഈ അന്വേഷണ ഏജൻസികൾ റെയ്ഡ് നടത്തിയത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലുകൾ, ഭേദ്യം. 225 ദിവസമാണ് അദ്ദേഹത്തെ പോലൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകനെ ജയിലിലടച്ചത്, തീഹാർ ജയിലിൽ 225 ദിവസം. നമുക്കിവർക്കും അറിയാവുന്നതുപോലെ 2024 മെയ് 15 പരമോന്നത നീതിപീഠം തന്നെ, സുപ്രീം കോടതി തന്നെ ഇമ്മീഡിയറ്റായി അദ്ദേഹത്തിന് ബെയിൽ കൊടുക്കണമെന്ന് പറയാം. ഇമ്മീഡിയറ്റായി തുറന്നു കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ഒരു നിമിഷം പോലും വൈകാതെ അദ്ദേഹത്തെ ജയിലിൽ നിന്ന് പുറത്തേക്ക് വിടണം എന്ന് സുപ്രീം കോടതിക്ക് പറയേണ്ടി വരും. അത് ബെയിൽ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട പ്ലീ പരിശോധിക്കുമ്പോഴായിരുന്നു. ഇപ്പോഴാ കേസ് തന്നെ എടുത്ത് ദൂരെ എറിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് BJP ഗവൺമെൻറ് അവരുടെ അമിതാധികാരം ഉപയോഗിച്ച് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടി, അതിൻ്റെ നേതാക്കൾ, അതുമാത്രമല്ല ഇപ്പോഴിതാ പൗരന്മാർക്കു നേരെ, മാധ്യമപ്രവർത്തകർക്കു നേരെ എങ്ങനെയാണ് അധികാര ദുർവിനിയോഗം നടത്തുന്നത് എന്നത് ഇപ്പോൾ വളരെ വ്യക്തമായിരിക്കുകയാണ്. അപ്പോൾ BJP ഗവൺമെൻറ്റിൻ്റെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ ജനങ്ങളാകെ അണിനിരക്കേണ്ടതുണ്ട് എന്നാണ് DYFIയുടെ അഭിപ്രായം. DYFI ഈ വിധിയെ സ്വാഗതം ചെയ്യുകയാണ്. ഇത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് നമുക്കറിയാവുന്നതുപോലെ അടിയന്തരാവസ്ഥയും സെൻസർഷിപ്പും എല്ലാം ഉണ്ടായിരുന്ന കാലം മാധ്യമങ്ങൾക്ക്. ഇപ്പോഴതല്ല. മാധ്യമങ്ങളുടെ സെൻസർഷിപ്പ് എന്നാൽ മാധ്യമങ്ങളെ തന്നെ അവർ സ്വന്തമാക്കിയിരിക്കുന്നത്. സോക്കോൾഡ് നാഷണൽ മീഡിയാസ്. ആ മാധ്യമങ്ങൾ ഇന്നാരുടെ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് അറിയാം. അവരുടെയെല്ലാം ചരടുകൾ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് എന്ന് കാണുന്നു. അവിടെയാണ് ന്യൂസ് ക്ലിക്കിനെ പോലെയുള്ള ഓൾട്ടർനേറ്റീവ് മീഡിയാസ് നമ്മുടെ രാജ്യത്ത് പ്രസക്തമാകുന്നത്. ഫോർത്ത് എസ്റ്റേറ്റിൻ്റെ നിലനിൽപ്പിന്, നമ്മുടെ ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് പ്രബീറിൻ്റെ അതുപോലുള്ള നിരവധി മാധ്യമ സ്ഥാപനങ്ങൾ, ഞാൻ ഓരോന്നായി പറയുന്നില്ല, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഇവരുടെ എല്ലാം സാന്നിധ്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും ജനാധിപത്യത്തിൻ്റെ ജീവവായു നിലനിർത്തുന്ന ഘടകം. ആ ജനാധിപത്യത്തിൻ്റെ ജീവവായുവിനെ പോലും, ആ നിലനിൽക്കുന്ന സമാന്തര മാധ്യമ സംവിധാനത്തെ ബുൾഡോസ് ചെയ്യാനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഗവൺമെൻറ് പിന്നോട്ട് പോകണം. ഗവൺമെൻറ് സ്വമേധയാ പിന്നോട്ട് പോകില്ല. അതിനെതിരായ ജനങ്ങളുടെ അഭിപ്രായ രൂപീകരണം ഉണ്ടാകേണ്ടതുണ്ട്. അതിന് എല്ലാ മാധ്യമ സ്ഥാപനങ്ങളുടെയും വളരെ നിരാശാജനകമായൊരു കാര്യം, ഈ പറയുന്ന വിധി വന്നതിൻ്റെ പിന്നാലെയും നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ, കേരളത്തിലാണ് അല്പമെങ്കിലും സ്പേസ് കൊടുക്കുന്നത് എന്ന് ഞാൻ സമ്മതിച്ചുകൊണ്ട് തന്നെ പറയുന്നു, ഈ വിധിക്കും ഇതുമായി ബന്ധപ്പെട്ട ഇന്നലകളിൽ നടന്ന ഭരണഘടനാ വിരുദ്ധമായ നീക്കങ്ങളെയും കുറേ കൂടി BJP ഗവൺമെൻറ്റിനെ എക്സ്പോസ് ചെയ്യേണ്ടതില്ലേ? എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? നിങ്ങളെല്ലാം സുരക്ഷിതരാണ് എന്നാണോ കരുതുന്നത്? മാധ്യമപ്രവർത്തനം നടത്തുന്നതിൻ്റെ പേരിൽ ഒരു കേസ് കെട്ടിച്ചമച്ച് അയാളുടെ, അതും നല്ല പ്രായാധിക്യമുള്ളൊരു മനുഷ്യനെ പിടിച്ച് ജയിലിലിട്ട് 225 ദിവസം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആലോചിച്ച് നോക്കൂ. സ്വതന്ത്ര ഇന്ത്യയിലാണ്, ജനാധിപത്യ ഇന്ത്യയിലാണ് ഇത് നടക്കുന്നത്. നമ്മളെല്ലാം ജീവിച്ചിരിക്കുന്ന ഇന്ത്യയിലാണ്. എന്തുകൊണ്ടാണ് അതിനെതിരായ പ്രതികരണങ്ങൾ കുറഞ്ഞു പോകുന്നത്? അപ്പോൾ BJPയെ അവരുടെ അമിതാധികാര പ്രവണതയെയും വളരെ കൃത്യമായി എക്സ്പോസ് ചെയ്യേണ്ട സമയമാണിത് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇതാണ് DYFI അഖിലേന്ത്യാ കമ്മിറ്റിയുടെ അഭിപ്രായമായി രേഖപ്പെടുത്താനുള്ള കാര്യം. ഇതിനു പുറമെ
രണ്ട് കാര്യങ്ങൾ കൂടി നിങ്ങളോട് പങ്കുവെക്കണമെന്നുണ്ട്. ഒന്ന്, കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിൽ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം BJP അവരുടെ ഒരു നിഴൽ മന്ത്രിസഭയായി ശ്രീ VD സതീശൻ മന്ത്രിസഭ മാറുകയാണ്. അവരുടെ ഒരു ഷാഡോ ആയി മാറുകയാണ്. സംഘപരിവാറിൻ്റെ ആഗ്രഹങ്ങൾ അതുപോലെ നടപ്പിലാക്കുന്നു. അത് അവിടെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ വിവിധ നിയമനങ്ങൾ അന്ന് നമ്മൾ ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ രാജ്യത്തെ തന്നെ സംഘപരിവാറിൻ്റെ പ്രധാന ടാർഗറ്റ് പോയിൻ്റ് സർവകലാശാലകളാണ്. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ആ സർവകലാശാലകളിലെ ഭരണം പിടിക്കാൻ, അവിടുത്തെ സിലബസിൽ ഇടപെടാൻ സംഘപരിവാർ ടൂളായി ഉപയോഗിക്കുന്നത് ദൗർഭാഗ്യവശാൽ ലോക്ഭവനെയും ഗവർണറെയുമാണ്. അതിനെതിരായൊരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. തെരുവിൽ SFI, ഭരണത്തിൽ LDF ഗവൺമെൻറ്. ഇപ്പോൾ BJPയുടെ ഈ നിഴൽ മന്ത്രിസഭ പൂർണ്ണമായും സംഘപരിവാറിൻ്റെ ഈ വർഗീയവൽക്കരണ നീക്കങ്ങൾക്ക്, സർവകലാശാലകൾ പിടിക്കാനുള്ള നീക്കങ്ങൾക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കുകയാണ്. MG സർവകലാശാലയിൽ അവിടെ സെനറ്റിലേക്ക് 30 പേരെയാണ് ഗവർണർ ഏകപക്ഷീയമായി നോമിനേറ്റ് ചെയ്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതിൽ BJPയുടെ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഉൾപ്പെടെയുണ്ട്. RSS അഫിലിയേറ്റഡ് സംഘടനകളായിട്ടുള്ള ദേശീയ അഭിഭാഷക പരിഷത്ത്, ഹയർ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് സംഘ്, സ്കൂൾ ടീച്ചേഴ്സ് സംഘ്, ABVP, ഈ സംഘടനകളുടെ നേതാക്കളാണ് MG സർവകലാശാല സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തത്. ഇതിനെതിരെ ഗവൺമെൻറ് കോടതിയിൽ എന്തുകൊണ്ട് പോകുന്നില്ല? ഇതിനെതിരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ റോജി M. ജോൺ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഗവർണറെ പോയി കണ്ട് ഇക്കാര്യത്തിലുള്ള സർക്കാരിൻ്റെ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നില്ല? കോട്ടെ, KPCC എന്തുകൊണ്ട് ഇതിലൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കുന്നില്ല? എന്താണ് KPCCയുടെ സ്റ്റാൻഡ് ഇതിൽ? എന്താണ് ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡ്? ഗവർണർ ചെയ്ത് ശരിയോ തെറ്റോ? ഇതൊരു പൊളിറ്റിക്കൽ ക്ലാരിറ്റി വേണ്ടേ, നിലപാട് വേണ്ടേ? ആ നിലപാട് എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചേർന്ന് പോവുകയാണ്. അങ്ങനെ ചേർന്ന് ഒന്നായി ഒരു മനസ്സായി ഇവർ പോകുന്നു എന്നത് കേരളത്തെ സംബന്ധിച്ചും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചും അതീവ ഗൗരവമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. റെസിസ്റ്റൻസ് ഉണ്ടാക്കണം ഗവൺമെൻറ്റിൽ നിന്ന്. അതുണ്ടാകുന്നില്ല എന്നത് BJPയുടെ ഒരു നിഴൽ മന്ത്രിസഭയാണ് ഈ പ്രവർത്തിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ്. ഇക്കാര്യത്തിലും DYFI അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. DYFIയുടെ കേരള സംസ്ഥാന ഘടകം അക്കാര്യത്തിൽ പ്രതികരിക്കും. മാത്രവുമല്ല, SFI ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണവുമായി വന്നിട്ടുണ്ട്. കഴിയുമെങ്കിൽ DYFI SFIയുമായും അതോടൊപ്പം തന്നെ ഈ രംഗത്തെ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടല്ലോ, അധ്യാപക രംഗത്ത് പ്രവർത്തിക്കുന്ന ജനാധിപത്യ സംഘടനകളുണ്ട്, അങ്ങനെ യോജിക്കാൻ കഴിയുന്ന എല്ലാവരുമായും ഒരു ജോയിൻറ്റ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കേണ്ട സമയമായിരിക്കുന്നുവെന്ന് ഞങ്ങൾ കരുതുന്നു. അങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കാൻ നടത്തുന്ന സംഘപരിവാർ നീക്കങ്ങൾക്കെതിരെ ശക്തമായൊരു പ്രതിരോധ സമയമായിരിക്കുന്നു എന്നാണ് DYFI കാണുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് വിശദീകരിക്കാനുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. അത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ ഞങ്ങൾക്ക് സംശയമുണ്ട്. അത് വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, നേരത്തെ അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിൻ്റെ ചില സംഘപരിവാർ അനുകൂല നിലപാടുകൾ, ഇതെല്ലാം വളരെ വ്യക്തമാണ്. എന്തുകൊണ്ടാണ് ഈ ഹോട്ട് സീറ്റ് തന്നെ കൊടുത്തു എന്നത്, അതാണ് ഞാൻ പറഞ്ഞത്. VD സതീശൻ ക്യാബിനറ്റിൻ്റെ പൊളിറ്റിക്കൽ ഡിസിഷൻ വരുന്നത് KPCCയിൽ നിന്നാണോ മാരാർ ഭവനിൽ നിന്നാണോ? ഇതാണ് ചോദ്യം. B. അശോകിനെ ഈ പദവി കൊടുത്തത് KPCCയുടെ നയപരമായ തീരുമാനമാണോ മാരാർ ഭവൻ്റെ താല്പര്യമാണോ? ലോക്ഭവനിൽ നിന്ന് MG സർവകലാശാല
സെനറ്റിലേക്ക് സംഘപരിവാറുകാരെ നോമിനേറ്റ് ചെയ്യുമ്പോൾ അതിനെതിരെ മിണ്ടേണ്ടതില്ല എന്ന നിലപാട് KPCCയുടെയാണോ മാരാർ ഭവൻ്റെയാണോ BJP സംസ്ഥാന കാര്യാലയത്തിൽ? ഇത് വളരെ വ്യക്തമായ കാര്യമല്ലേ? ഇതൊക്കെ വളരെ ദൂരവ്യാപകമായ കേരളത്തെ പിടിക്കാൻ സംഘപരിവാർ ലക്ഷ്യമിക്കുന്നു. അതിന് ഈ മന്ത്രിസഭ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു. ശുദ്ധാസമന്താണ്. ഒന്ന്, ഗവർണറുടെ പിടിയിൽ നിന്ന് കേരളത്തിലെ സർവകലാശാലകളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി LDF സർക്കാർ കൊണ്ടുവന്നൊരു നിയമമുണ്ട്. ആ നിയമത്തെ രാഷ്ട്രീയ അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് അവർ അട്ടിമറിക്കുകയാണ് ചെയ്തത്. നമുക്കെല്ലാവർക്കും അറിയാം. എന്താ അതിൽ നിങ്ങളുടെ നിലപാട്? അതിൽ UDFൻ്റെ നിലപാട് എന്താ? ഒന്ന്. മറ്റൊന്ന്, നിങ്ങളീ പറഞ്ഞ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട്, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട്, ഡിജിറ്റലാണോ ടെക്നിക്കലാണോ? ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശമാണ്. അത് അന്ന് തന്നെ വിശദമാക്കിയിരുന്നതാണ്. അന്നത്തെ LDF ഗവൺമെൻറ് ഒരിഞ്ച് ഞങ്ങളുടെ നിലപാടിൽ നിന്ന് പുറകോട്ട് പോയില്ല. സുപ്രീം കോടതിയിൽ നിന്ന് തനിക്ക് എതിരായ വിധി വരുമെന്നായപ്പോൾ ഗവർണർ ഈൽഡ് ചെയ്യുകയാണ് ചെയ്ത കാര്യത്തിൽ. ഗവർണർ ഈൽഡ് ചെയ്യുകയാണ് ചെയ്തത്. അല്ലാതെ ഒരു ഘട്ടത്തിലും ഗവൺമെൻറ് അക്കാര്യത്തിൽ ഈൽഡ് ചെയ്തിരുന്നില്ല. അതൊക്കെ തെറ്റായ കാര്യങ്ങൾ പറയുന്നതാണത്. എല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. എല്ലാം പരിശോധിക്കുക. PM ശ്രീ പരിശോധിക്കും. ഇപ്പോൾ ഇത് എനിക്ക് പങ്കില്ല, പരിശോധിക്കും. അപ്പോൾ പരിശോധനാ വിദഗ്ധനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിമാരെയാണ് ഈ പരിശോധിക്കുമെന്ന് പറയുന്നത്. എന്തിനാണെന്നറിയാമോ? ബ്രീത്തിങ് ടൈം എടുക്കുന്നതാണ്. എന്തിനാ? തൻ്റെ രാഷ്ട്രീയ മേലാളന്മാരോടുള്ള BJPയുടെ പൊളിറ്റിക്കൽ കൺസെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണത്. എന്ത് പരിശോധിക്കുമെന്നാണ് പറയുന്നത്? ആരോട് പരിശോധിക്കുമെന്ന്, ആരോട് കൺസൾട്ട് ചെയ്യുമെന്നാണ് ശ്രീ VD സതീശൻ ഉദ്ദേശിക്കുന്നത്? സംഘപരിവാർ അനുകൂല നിലപാടുള്ളവരെ വളരെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ഇരുന്നു. ആരോടാണ് കൺസൾട്ട് ചെയ്യുന്നത്? അപ്പോൾ ഈ പറയുന്നതിലൊന്നും വ്യക്തതയില്ല. രാഷ്ട്രീയമായി അദ്ദേഹം പ്രതികരിക്കാൻ ബാധ്യസ്ഥമാണ്. കേരളത്തിനത് ആശങ്കയുണ്ട്. സെക്കുലർ മനസ്സുള്ളവർക്ക് അതിൽ പറയണം, വ്യക്തമായി പറയണം. അങ്ങനെയാണെങ്കിൽ പറയട്ടെ, ഈ ഞങ്ങളുടെ വല്ല കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്തുള്ളതാണ്, ഇത് പാടില്ല എന്ന് പറയണ്ടേ? റോജി എം ജോണിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം ഗവർണറെ ശരിവയ്ക്കുന്ന വിധമായിരുന്നില്ലേ? തിരുവനന്തപുരത്തെ വാഴാട്ടുള്ള ഒരു കൗൺസിലറെ കഴിഞ്ഞ ഗുണ്ടാലിസ്റ്റുള്ളതാണ് കാപ്പ കേസിൽ 3 തവണ 2020, 2025, 2026 അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത് പോലീസ് നടപടികളുമായി മുന്നോട്ട് പോകുന്നു. പക്ഷെ അതേപോലെ തന്നെ അതേ മന്ത്രിസഭയിലുള്ള KPCC അധ്യക്ഷൻ ആരോഗ്യവകുപ്പ് മന്ത്രി അക്കാര്യത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയെന്ന് മാത്രമല്ല, തോക്കെടുക്കേണ്ട കാര്യമല്ല, ഇങ്ങനെ വെടിവെച്ചൊന്നും വേണ്ട, എന്തിനാണ് ഇങ്ങനെ തരത്തിലുള്ള അറസ്റ്റ് തരത്തിൽ പോലീസിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള BJP നേതാവ് കൂടിയാണ്. അതായത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ BJP നേതാവാണ്. നേരത്തെ തന്നെ LDF പലതരത്തിലുള്ള ഡീലിനെ കുറിച്ച് പറഞ്ഞു. അതിന്റെ തുടർച്ചയാണ് കെ മുരളീധരൻ പറഞ്ഞത് ഉണ്ട ചോറിന് കാണിച്ച നന്ദിയാണ്. വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ്റെ വിജയത്തിന് വേണ്ടി ഈ ഗുണ്ടാ നേതാവായ, ഈ കാപ്പ കേസ് പ്രതിയായ BJPക്കാർ ഉൾപ്പെടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി റോഡിലിറങ്ങി പോലീസിനെ പോടാ പുല്ലേ പോലീസെ എന്ന് വിളിക്കുന്ന ശ്രീലേഖ മേഡത്തോട് സ്വന്തം പാർട്ടിയെക്കുറിച്ച് ഇപ്പോഴെങ്കിലും ഒരു തോന്നലുണ്ടാകുന്നത് നല്ലതായിരിക്കും. വട്ടിയൂർക്കാവിലാണ് BJPക്ക് നന്നായി വോട്ട് കുറഞ്ഞൊരു മണ്ഡലം. BJPക്ക് വട്ടിയൂർക്കാവിലാണ് വോട്ട് കുറഞ്ഞ മണ്ഡലം. ആ വോട്ട് എവിടെ പോയി എന്ന് ശ്രീലേഖ മേഡത്തിന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ ഗൗരവ സ്വഭാവമുള്ളൊരു പ്രശ്നമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനത്തോട് കാണേണ്ട ഒരു കാര്യം, ഒരു കാപ്പ കേസിലെ പ്രതി 11 കേസുകൾ അയാളുടെ പേരിലുണ്ട്. ഈ 11 കേസുകളും 308 വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ 409/2014
308 ആണ്, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷൻ 357/2016, അതുള്ളത് വധശ്രമമാണ്, 307 IPC. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ വീണ്ടും 1687/2019, അത് 308 ആണ് വീണ്ടും. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ അഗെയിൻ 1183/2020, അതും ഇതുപോലുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളുള്ള കേസാണ്. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ 677/2023, അയാളുടെ കേസ് ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. കേസ് നമ്പർ 6 വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ 678/2023, അതും പ്രധാനപ്പെട്ട കേസ്. 7 253/2025 വട്ടിയൂർക്കാവ് ക്രൈം. 8 വീണ്ടും വട്ടിയൂർക്കാവ് ക്രൈം 723/2025. 9 വട്ടിയൂർക്കാവ് ക്രൈം 1106/2025. വട്ടിയൂർക്കാവ് ക്രൈം 93/2026, ഇതും ഈ പറയുന്ന പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാമുള്ള കേസാണ്. 11 വട്ടിയൂർക്കാവ് 334/2026. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇവിടെ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഈ രാഷ്ട്രീയമായി ഇപ്പോൾ സംഘം ചേർന്നതിൻ്റെ ഭാഗമായിട്ടോ സമരം ചെയ്തതിൻ്റെ ഭാഗമായിട്ടോ ഉള്ള കേസുകൾ സെഗ്രിഗേറ്റ് ചെയ്യുന്നതിന് ഞങ്ങളെതിരല്ല. അത് സ്വാഭാവികമായിട്ടും പൊളിറ്റിക്കൽ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. പക്ഷേ ഇയാളുടെ ഭൂതകാലം എന്ത്? ഇയാൾ നേരത്തെ നാടുകടത്തപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇയാൾ നേരത്തെ കാപ്പ ഇനിഷ്യേറ്റീവ് പെട്ട ആളാണ്. എൻ്റെ വിവരം ശരിയാണെങ്കിൽ 2 തവണ. മാധ്യമപ്രവർത്തകർക്ക് ഫോളോ ചെയ്യുന്നവർ കുറേ കൂടി കാര്യങ്ങൾ അറിയാമായിരിക്കും. 2 തവണ അദ്ദേഹം കാപ്പ നേരത്തെ ഇനിഷ്യേറ്റ് ചെയ്യപ്പെട്ടയാളാണ്. അപ്പോൾ ഒരു കാപ്പ കേസിലെ പ്രതി ഒരു സമരത്തിൻ്റെ ഭാഗമായോ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായോ, ഇനി രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി 2 രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള സംഘടനത്തിൻ്റെ ഭാഗമായോ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കാം. കേരളത്തിൽ ശ്രീ കെ മുരളീധരനെ ഓർമ്മപ്പെടുത്താനുള്ളത്, പൊളിറ്റിക്കൽ കേസുകൾക്ക് കാപ്പ ഇനിഷ്യേറ്റ് ചെയ്യാറില്ല. അതങ്ങനെ അതിനെ കാണുക. ഇതല്ല. ഇത് നല്ല ഒന്നാന്തരം ഗുണ്ടാ പ്രവർത്തനം നടത്തുന്ന ഒരാൾ. അയാളെ പിടിക്കാൻ പോലീസിന് പോയിട്ട് വെടിയുതിർത്ത് പിടിക്കേണ്ടി വന്നു. ഞാൻ ശ്രീ രമേശ് ചെന്നിത്തലയുടെ നിലപാടിനെ സ്വാഗതം ചെയ്യും. ശ്രീ രമേശ് ചെന്നിത്തല ആ പോലീസിനെ അഭിനന്ദിച്ചു. അതല്ലേ ഒരു സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രി ചെയ്യേണ്ടത്? ഇവിടെ യഥാർത്ഥത്തിൽ ശ്രീ കെ മുരളീധരൻ നടത്തിയിരിക്കുന്നത് സത്യപ്രതിജ്ഞാ ലംഘനമാണ്. അതാണ് ഞാൻ പറയുന്നത്. സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ഇത്രയും കേസുള്ള ഒരാളെ നിയമവാഴ്ചയുടെ ഭാഗമായി, ഇനി അടുത്ത ഒരു കാര്യം കൂടി ഞാൻ അങ്ങോട്ട് പറയാം, നിങ്ങളോട് പറയാം, ഒന്ന് ശ്രദ്ധിക്കൂ. ഇപ്പോൾ ഒടുവിലത്തെ ഈ കേസ് ഏതാ? 307 കേസാണ്. ആ വധശ്രമ കേസിൽ അയാൾ ജില്ലാ കോടതിയിൽ പോകുന്നു. 3 പ്രതികളാണ്. പോലീസ് അനങ്ങുന്നില്ല, അറസ്റ്റ് ചെയ്യുന്നില്ല. ഹൈക്കോടതിയിൽ പോകുന്നു. ശ്രദ്ധിക്കണം ഇനി പറയുന്നത്, ഇയാൾ ഉൾപ്പെടെയുള്ള 3 പേരിൽ ബാക്കി 2 പേർക്ക് കോടതി ജാമ്യം അനുവദിക്കുന്നു. ഇയാളുടെ ജാമ്യം തള്ളുന്നു. എന്താ കെ മുരളീധരൻ പറയുന്നത്? ആ പോലീസിന് ആ പ്രതിയെ പിടിക്കേണ്ടതാണോ? തികഞ്ഞ സത്യപ്രതിജ്ഞ ലംഘനമാണ്. കോടതി ഒരു കേസിൽ മെരിറ്റ് നോക്കിയിട്ട് ഒരേ കേസിലെ 3 പ്രതികളിൽ 2 പേരെ ജാമ്യം കൊടുക്കുന്നു. ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസിനോട് പറയുന്നു. കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ പോലീസ് വരുമ്പോൾ ആ പോലീസിനെ കെ മുരളീധരൻ എന്ന മന്ത്രി ഭീഷണിപ്പെടുത്തുന്നു. അതെങ്ങനെയാ ശരിയാവത്? ഇനി മറ്റൊരു ഭാഗം, ഈ ഗുണ്ടാ സംഘത്തെ പരസ്യമായി BJP പിന്തുണയ്ക്കുകയല്ലേ? കാപ്പ കേസിലെ പ്രതി, കൊടും ക്രിമിനൽ, നിരവധി ഗുണ്ടാ ആക്രമണങ്ങളുടെ ഭാഗമായി ജില്ലയുടെ വിവിധ കേസ് സ്റ്റേഷനുകളിൽ കേസുകളുള്ള ഒരാൾ, അയാൾക്ക് വേണ്ടി 2 ദിവസമായി മേയർ മുതൽ BJPയുടെ ഉയർന്ന നേതാക്കളെല്ലാം തെരുവിലാണ്. ഇതാണ് BJPയുടെ യഥാർത്ഥ മുഖം. തിരുവനന്തപുരം നഗരത്തെ മാഫിയാവൽക്കരണത്തിന് വിധേയമാക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് ഇവിടെ
വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഒരിടത്ത് നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു വളരെ ഗൗരവത്തിൽ ഒരു അച്ഛനെയും മകനെയും ആക്രമിച്ചു. വഴിയാത്രക്കാരായ BSNL ജീവനക്കാരനായ ഒരു അച്ഛൻ, അയാളുടെ +1 വിദ്യാർത്ഥിയായ ഒരു മകൻ. ഞാൻ പോയി കണ്ടു. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോയവരെ കണ്ടു. പലരും അപ്പോഴവിടെ ഉണ്ടായിരുന്നു. ആ കുട്ടിയെ കണ്ടാൽ സഹിക്കും. ഒരു +1 വിദ്യാർത്ഥി, അവൻ്റെ മെൻ്റൽ ട്രോമയിൽ നിന്ന് ഞാൻ ചെല്ലുമ്പോഴും ആ ട്രോമ അവന് വിട്ടുമാറിയിട്ടില്ല. ക്രൂരമായിട്ടാണ്. ആരാ തല്ലിയത്? നഗരത്തിലെ ഏറ്റവും കുപ്രസിദ്ധരായ 3 or 4 ഗുണ്ടകളാണ് അതിലെ പ്രതികൾ. ആ ഗുണ്ടകൾ RSSൻ്റെ ഗുണ്ടകളാണ്. നഗരത്തിൽ RSSൻ്റെ ക്രിമിനൽ സംഘം, ഈ ക്രിമിനൽ സംഘങ്ങളാണ് ഇന്ന് RSSൻ്റെ ബാക്ക് ബോണായി തിരുവനന്തപുരത്ത് മാറിയിരിക്കുന്നത്. നഗരഭരണത്തിൻ്റെ തണലിൽ ഇത്തരം മാഫിയ സംഘത്തെ നഗരത്തിൽ ഇവർ ഊട്ടി വളർത്തുകയാണ്. ഇവർക്കാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. അവരെ അറസ്റ്റ് ചെയ്ത പോലീസിനെ BJP ആക്രമിക്കാൻ ശ്രമിക്കുന്നു, പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുന്നു. അപ്പോൾ നഗരത്തിൽ ഇവിടെ CPM ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നലെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അത് സംബന്ധിച്ച് വ്യക്തമായ നിലപാട് പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ കാര്യത്തിലേക്ക് പോകുന്നില്ല. ഏതായാലും തന്നെയും BJP ഈ വിഷയത്തിൽ BJP കൂടുതൽ എക്സ്പോസ് ചെയ്യപ്പെട്ടു. BJPയും ശ്രീ K. മുരളീധരനും തമ്മിലുള്ള വട്ടിയൂർക്കാവിലെ ഡീലും എക്സ്പോസ് ചെയ്യപ്പെട്ടു. ഇത് അതീവ ഗൗരവമായ പ്രത്യാഘാതമുണ്ടാക്കും എന്നാണ് ഞാൻ കാണുന്നത്. ഒരു മേയറും ഒരു മന്ത്രിയും തങ്ങൾക്കുണ്ട് എന്ന ഒരു എന്താ പറയുക, ഒരു അഹങ്കാരം നഗരത്തിലെ RSS ക്രിമിനലുകൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നേരത്തെ സർക്കാരിനെ സംബന്ധിച്ച വിമർശനത്തിൽ പറഞ്ഞപ്പോൾ അതിൻ്റെ വർഗീയ സമീപനങ്ങളെ കുറിച്ച് പറഞ്ഞു. പക്ഷേ സർക്കാരിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ 1 മാസമേ ആയിട്ടുള്ളൂ. പക്ഷേ ഈ ധവളപത്രത്തിൽ തന്നെ സർക്കാരിൻ്റെ നയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്ന് സ്വകാര്യവൽക്കരണം, മറ്റൊന്ന് ഈ ധാതു മണലടക്കം ഖനനത്തിൽ സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രിയോട് തന്നെ ചോദിച്ചപ്പോൾ നയമാറ്റമാണ്, കേന്ദ്രത്തിൻ്റെ മോദിയുടെ ബ്ലൂ എക്കോണമിക്ക് തുല്യമായ മാറ്റമാണോ എന്ന ചോദ്യത്തിന് മാറിയിട്ട് വരും. കാരണം സർക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ പണമില്ല, ലാഭമാണ് എന്ന കാര്യം അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ഇത്തരം കാര്യങ്ങളിൽ മുമ്പ് DYFI ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയ DYFI ഇത്തരം വിഷയങ്ങളുടെ പ്രതികരണം എന്താണ്? രാജ്യത്ത് BJP ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള എക്കണോമിക് സർവേ റിപ്പോർട്ടിൽ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക നയമുണ്ട്. നിർമ്മല സീതാരാമൻ എല്ലാ ബഡ്ജറ്റിലും കൊണ്ടുവരുന്ന അവരുടെ ഒരു സാമ്പത്തിക നയമുണ്ട്. ആ റോഡ് മാപ്പിൽ ഇവിടെ തന്നെയാണ് ശ്രീ VD സതീശൻ്റെ ധവളപത്രവും സഞ്ചരിക്കുന്നത്. അങ്ങേയറ്റത്തെ സ്വകാര്യവൽക്കരണ നീക്കങ്ങളാണ്. അതായത് വളരെ കൃത്യമായി പറഞ്ഞാൽ മിനിമം ഗവേണൻസ് എന്ന് പറയുന്ന മിനിമം ഗവൺമെൻറ് മാക്സിമം ഗവേണൻസ് എന്ന് പറയുന്ന, അതിനേക്കാൾ കുറേ കൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ ആ ധവളപത്രം കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന ഘടനാപരമായ മാറ്റങ്ങൾ അഥവാ സ്ട്രക്ചറൽ റിഫോംസിൻ്റെ രൂപരേഖയാണ്. സ്ട്രക്ചറൽ റിഫോംസ് അതിൻ്റെ രൂപരേഖയാണ്. ആ സ്ട്രക്ചറൽ റിഫോംസിൻ്റെ ഭാഗമാണ് പൊതുഖജനാവിൽ നിന്ന് ഇത്രയും പൈസ ശമ്പളം കൊടുക്കേണ്ടതുണ്ടോ, പൊതുഖജനാവിൽ നിന്ന് ഇത്രയും പൈസ പെൻഷൻ കൊടുക്കേണ്ടതുണ്ടോ, പൊതുഖജനാവിൽ നിന്ന് പണമെടുത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നടത്തേണ്ടതുണ്ടോ, പൊതുഖജനാവിൽ നിന്ന് പണമെടുത്ത് പള്ളിക്കൂടങ്ങൾക്ക് ഇത്രയും വലിയ കെട്ടിടങ്ങൾ പണിയേണ്ടതുണ്ടോ? ഈ ചോദ്യങ്ങളെല്ലാം വരുന്നത് നയപരമായ ഇടത്തിൽ നിന്നാണ്, നയപരമായ ചോദ്യമാണ്. ഇത് 91 നരസിംഹറാവു ഗവൺമെൻറ് ആരംഭിച്ച് പിന്നീട് വന്ന BJP ഗവൺമെൻറ് വളരെ ഭ്രാന്തമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക നയം. ആ നയമാണ് ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത്. മുൻപൊരിക്കൽ ശ്രീ AK ആൻ്റണി അധികാരത്തിൽ വന്നപ്പോഴും നടപ്പിലാക്കിയ നയം അതായിരുന്നു. അതിന് ബദലായിരുന്നു ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ കേരളത്തിൽ നടപ്പിലാക്കേണ്ട നയം. അപ്പോൾ ഇടതിൻ്റെ വലതിൻ്റെയും കൃത്യമായ വ്യത്യാസം LDF ഗവൺമെൻറ് നയപരിപാടികളിൽ സാമ്പത്തിക സമീപനത്തിലും ശ്രീ VD സതീശൻ സർക്കാരിൻ്റെ സാമ്പത്തിക നയ സമീപനത്തിലും വ്യക്തമാണ്. DYFIയുടെ ജില്ലാ ലീഡർഷിപ്പും DYFIയുടെ സംസ്ഥാന നേതൃത്വവും മാത്രം പ്രതികരിക്കേണ്ട കാര്യമാണ്. ഞാനതിൻ്റെ മറ്റു വിശദാംശങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്.
എന്നാലും മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കാത്തൊരു കാര്യം ഞാൻ അങ്ങനെ പറയാം. അന്വേഷണം പ്രഖ്യാപിച്ച ശേഷം കൂടുതൽ അങ്ങോട്ട് തെരഞ്ഞെടുപ്പിച്ചിരിക്കുകയാണ് തോന്നുന്നുണ്ട്. അങ്ങനത്തെ ആരോപണമാണ് ഇപ്പോൾ അല്ല, ഞാനത് മനസ്സിലാക്കിയിട്ടില്ല. ഈ വിഷയത്തിൽ ഞാൻ സ്റ്റേറ്റ് ജില്ലാ ലീഡർഷിപ്പുമായി ആശയവിനിമയം ഇതുവരെ നടത്തിയിട്ടില്ല. അതുകൊണ്ട് എനിക്കതിൽ ഇപ്പോൾ പ്രതികരിക്കുന്നതിന് എനിക്ക് മനസ്സിലാക്കാത്തൊരു കാര്യം പറയുന്നത് ശരിയല്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.